നമസ്കാരം. വയനാട്ടിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നുപോയി. ഒരുപാട് മരണങ്ങളുണ്ട്, ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ദാനങ്ങൾ നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. ദുഃഖം തന്നെയാണ്. ഓർക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതുപോലെ ഇന്ന് സംഭവിക്കാൻ പാടില്ല. അതോടൊപ്പം ഞാൻ ഇന്ന് പറയാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, അതൊക്കെ നടക്കുമ്പോഴും പലരും ചിന്തിക്കാതെ ആലോചിക്കാതെ പല പ്രഖ്യാപനങ്ങളും പല തീരുമാനങ്ങളും അറിയിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഓണം ആഘോഷം വേണ്ട എന്നുള്ളത്. ഇത് പല മേഖലയിലും ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ, ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ കൊണ്ടെടുക്കുന്ന വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, 6 മാസം മുമ്പോ 1 വർഷം മുമ്പോ സ്റ്റോക്കുകൾക്ക് വേണ്ടിയിട്ട് പൈസ അടയ്ക്കുകയും ഇന്ന് നാളുകളിലായി ഈ മാസം അവസാനമായി ആ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇത് ലോണുകൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഓണം പ്രതീക്ഷ കൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബിസിനസ്സാണ്. ഈ ബിസിനസ് കൂടിയാണ് നമ്മളെ കടങ്ങളൊക്കെ മാറ്റാനുള്ളതും ലോൺ അടക്കാനുള്ളതും. എന്തിനേറെ കറി പൗഡറുകൾ നിങ്ങൾ ഓർത്തു നോക്കൂ. അതുപോലും ഈ ഓണം സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വിറ്റുപോവാറുണ്ട്. അതിന് കൂടുതൽ സമയം സെൽഫ് ലൈഫ് ഇല്ല, പെട്ടെന്ന് എക്സ്പയറി ഡേറ്റും ആകും, കൂടുതൽ നാൾ വിൽക്കാൻ പറ്റൂല. അതുപോലെ ഓരോ പ്രോഡക്റ്റും ഓരോ സർവീസ് എടുത്തു കഴിഞ്ഞാൽ ഓണം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ്. ഞാനിതൊക്കെ പറയുമ്പം നിങ്ങൾ ഓർക്കും, ബിസിനസ്സുകാർക്ക് ദുഃഖമില്ലേ, ഇതൊന്നും മാറ്റി വെച്ചൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. എന്തിന്? പക്വതയുള്ള ഒരു ധനകാര്യമന്ത്രിയാണെങ്കിൽ, പക്വതയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഓണം സമയത്ത് അവർ ഏറ്റവും പ്രതീക്ഷ നിൽക്കുന്നത് വിപണി ഉണരും എന്നുള്ളതാണ്. ആ വിപണി ഉണരുന്ന സമയത്ത് മാത്രമേ ഒരുപാട് ടാക്സുകൾ അവർക്ക് കിട്ടുള്ളൂ. ഗവൺമെന്റ് ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. എന്തിനേറെ ഇലക്ഷൻ സമയത്ത് നമ്മൾ കേട്ടില്ലേ, സീനിയർ സിറ്റിസന് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്, സിവിൽ കോൺട്രാക്ടർമാർക്ക് ബില്ല് പാസ്സായിട്ടും പൈസ കൊടുക്കാൻ പറ്റാത്തത്. ഈ രീതിയിൽ സർക്കാരിന് ബാധ്യതകളുണ്ട് ഒരുപാട്. അതൊക്കെ മാറ്റിമറിക്കാൻ പറ്റുന്നത് ഈ ഓണം ആഘോഷം വരുന്ന സമയത്ത് ഒരുപാട് വിപണി ഉണരുമ്പോഴാണ്. ആ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം അത്യാവശ്യം നിർബന്ധമാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വയനാട്ടിൽ ഒരു ക്രൈസിസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചു കാലം കഴിയുമ്പോൾ എക്കണോമിക് ക്രൈസിസ് ആയിട്ട് കേരളത്തിലും അത് നടക്കും. ആരുടെ കയ്യിലും പൈസ ഇല്ലാത്ത സാഹചര്യം വരും. അത് വേറെ രീതിയിലേക്ക് നമ്മൾ അത് കാണേണ്ടി വരും. അങ്ങനെ കാണാതിരിക്കുകയാണെങ്കിൽ വയനാടിനെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടായ്മയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ പറ്റും, അവരെ സഹായിച്ചുകൊണ്ട് തന്നെ നാളുകളിൽ നമ്മൾ ജീവിക്കണം, അതിജീവിക്കണം, മുന്നോട്ട് പോകണം. നാളുകളിലെ സമൂഹത്തിന് നമുക്ക് പടുത്തുയർത്തണം. അങ്ങനെയാണെങ്കിൽ ഈ ഓണം ആഘോഷം ഉണ്ടാവണം. നമ്മൾ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും മാറ്റിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഞാനൊരു ഡോക്ടറും കൂടിയാണ്. ഈ രീതിയിൽ എന്നും വയനാട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പം കുട്ടികളായാലും രക്ഷിതാക്കളായാലും ബിസിനസ് ഓണേഴ്സ് ആയാലും മെന്റലി അത് വീക്കൻ ആയിക്കൊണ്ട് ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് ഉണർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.